എന്തൊരു മഴ, തുണിയൊക്കെ എങ്ങനെ ഉണക്കി എടുക്കുന്നു. എന്തിന്റെ ദൈവമേ, ആഹാ, എന്തു നല്ല മഴ, നല്ല കുളിര്. ഒരു പരിപ്പോടെയും ചായ ഉണ്ടെങ്കിൽ നന്നായി. നാളെ പരിപ്പോടെ ഇട്ടോണ്ട് ഓഫീസിൽ പോയാൽ മതി. അതാകുമ്പം ഇടയ്ക്ക് കടിക്കുകയും ചെയ്യാലോ. എന്താടി? പിന്നല്ലാതെ പൊന്നുമോന്റെ ഒറ്റ നിക്കറ് പോലും ഉണങ്ങിയിട്ടില്ല. നാളെ ഓഫീസിൽ പോകുമ്പോൾ പരിപ്പോടെ ഇട്ടുകൊണ്ട് പോയാൽ മതി. അതാകുമ്പോ വിശക്കുമ്പോ കഴിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഓ കോമഡി. നിനക്ക് എന്തുവാടി ഇവിടെ പണി? അതൊക്കെ ഒന്ന് ഉണക്കിയിട്ടൂടാ? പിന്നെ മഴേന്റെ അമ്മാവന്റെ മോനല്ലേ, സ്കൂളിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പിന്നെ നിങ്ങൾ മാത്രമല്ല, ഞാനും ജോലിക്ക് പോകുന്നുണ്ട്. ഓ, ഒരു ജോലിക്കാർ. നിനക്ക് എന്ത് വഴി അവിടെ? പിള്ളേരുടെ അടുത്ത് പോയി ലെക്ചർ അടിച്ചാ പോരെ? ഈ കെ പപ്പൻ ഇതൊന്നും യേശുവില്ല. ഓ, എത്ര ആലോചനകൾ വന്നതാ, എത്ര പേരുടെ പ്രശ്നമായിരുന്നു. ദൈവമേ, ഇത് തന്നെ അങ്ങ് കുരുങ്ങി പോയല്ലോ. പിന്നെ കൂമന്റെ കണ്ണും മുഖം നിറച്ച് കരുതിയപ്പോൾ രോമമുള്ള നിങ്ങളെ കേട്ടെ ഐശ്വര്യമായി വരും. എന്നിട്ട് ഒടുക്കത്തെ തള്ളു ക്രഷാണ് പോലും. ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് സമാധാനിക്കും. ഒരു സൽമാൻ ഖാൻ വന്നിരിക്കുന്നു. ഈ പരിപ്പോടേം ചായയും വേണ്ട. നീ എന്റെ പിതാമഹന്മാരെ അല്ലേ സ്മരിക്കാൻ പോകുന്നത്? വേണ്ട, കരവച്ചിരിക്കുന്നു. അവര് പോയാൽ സ്ത്രീധനം കുറഞ്ഞു, യുവതിക്ക് ഭർത്തൃ വീട്ടിൽ ക്രൂരപീഡനം. സ്ത്രീധനം കുറഞ്ഞുപോയെന്ന കാരണത്തിൽ നവവധുവിന് ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ക്രൂരപീഡനം. കുതിരക്കാൽ മുനമ്പിലാണ് നവവധുവിന് ഭർത്താവിന്റെ ക്രൂരപീഡനമേറ്റത്. പെൺകുട്ടി കൂട്ടുകാരിക്ക് അയച്ച വീഡിയോ സന്ദേശമാണ് സംഭവം പുറത്തറിയാൻ കാരണമായത്. ശാരീരികമായും മാനസികമായും പീഡനത്തിനിരയായ യുവതിയെ വീട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബിരുദാനന്തര ബിരുദധാരിയും ഉന്നത ഉദ്യോഗസ്ഥനുമായ ഭർത്താവും പറഞ്ഞ് വിവാഹപ്പിറ്റേത് മുതൽ പെൺകുട്ടിയെ കുഞ്ഞുവാക്കുകൾ പറഞ്ഞ് പരിഹസിച്ചിരുന്നു. ഇന്നോവ കാറും ഫ്ളാറ്റും പെൺകുട്ടി നൽകിയിരുന്നുവെങ്കിലും ഇതൊന്നും പോരെന്നും സ്കോഡ കാർ കൂടി വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പീഡനമെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു. പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഭർത്താവിനൊപ്പം മാതാവും തുനിഞ്ഞതോടെ പീഡനം പരിധിവിട്ടു. പെൺകുട്ടി പലകുറി ഫോണിൽ വിവരം പറഞ്ഞിട്ടും രക്ഷിതാക്കൾ എത്താതിരുന്നതോടെയാണ് കൂട്ടുകാരി വിവരം അറിയിച്ചത്. കൂട്ടുകാരി ഞങ്ങളുടെ റിപ്പോർട്ടർക്ക് വീഡിയോ കോളിന്റെ സ്ക്രീൻഷോട്ട് കൈമാറിയതോടെയാണ് സംഭവം പുറലോകം. അതെ, ഉറങ്ങിയോ? ഇല്ല, നിന്റെ അപ്പം വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. എന്തേ? അല്ല, നേരത്തെ പറഞ്ഞതൊക്കെ കാര്യമായിട്ട് പറഞ്ഞതാണ്. എന്താടി? അല്ല, ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈക്വലി ഫ്രണ്ട്സ് എന്നൊക്കെ. എടി, ഈ പപ്പൻ നുണ പറയാറില്ല. എന്താടി ഇതിനൊക്കെ സംശയം? നമ്മൾ അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ നാളെ സൺഡേ അല്ലേ, നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഗെയിം? എന്തു പണിയാണല്ലോ. പറ. എന്തായാലും മഴയല്ലേ, സൂര്യഭഗവാൻ കനിയുന്ന ലക്ഷണവുമില്ല. ഔട്ടിങ്ങിനും പോകേണ്ടല്ലോ, ക്യാഷും ലാഭം. പറ എന്താ? അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ ഭാര്യ, ഞാൻ ഭർത്താവ്. എന്താ? ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ അല്ലേ? ഓ, അത് സ്വഭാവത്തിലല്ലേ. എന്റെ പോയി അക്ഷരശ്ലോകമൊന്നും കേൾപ്പിക്കരുത്. ഇതോടി, ഈ പപ്പനെ പരീക്ഷിക്കുവാന്നോ? അതല്ല, നാളെ ഒരു ദിവസത്തേക്ക് നിങ്ങൾ ഭാര്യയും ഞാൻ ഭർത്താവുമായി ഒന്ന് അഭിനയിക്കാം. എന്താ? പറ്റൂ? ഓഹോ, എനിക്ക് ഇതൊക്കെ ചീള് കേസ്. ഓക്കേ, ഡൺ. ഓ, അതോടെ തീരുവല്ലോ നിന്റെ ഈ പുച്ഛം. അപ്പൊ ഓക്കെ അല്ലേ? അപ്പോൾ ടുമോറോ ഞാൻ നീ ഞാൻ. എഴുന്നേറ്റേ. എന്താണ് ഒന്ന് ഉറങ്ങാനും സമ്മതിച്ചിട്ട്? മണി 4:30. പോയി ഒരു കോഫി എടുത്തോണ്ടോ. എന്താ?
എന്താ ഞാൻ ഞാൻ മറന്നോ? ഓ അങ്ങനെ കൊണ്ടുവരാം. ഇപ്പൊ കൊണ്ടു. ആ ഒന്ന് വേഗം വേണം. ആ പിന്നെ രാവിലെ ചപ്പാത്തി സ്റ്റൂ മതി. ഒരുപാട് നാളായി അത് കഴിച്ചു. ഓക്കെ സാർ. ഒന്ന് വേഗം. എന്താ ഇത്? എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ. ഓഹോ ആണോ? ഉപ്പും ഇല്ല എരിവും ഇല്ല. ഇത് എന്തോ ഇത്? ഇച്ചിരി ഉപ്പിട്ടാ പോരെ? എങ്കിൽ പിന്നെ കറിയും കൂടെ ഞാനങ്ങ് വെക്കാം. എന്താ കേക്കേ പപ്പൻ? എങ്ങോട്ടാ കൊടുത്തൊരുങ്ങി? ആരെ കാണിക്കാനാ? ചുമ്മാ ഒന്ന് പുറത്തേക്ക് പോ. ഈ കാലൊക്കെ കാണിച്ചോണ്ട് എങ്ങോട്ടാ? നീ ഇതൊക്കെ ഇട്ട് പുറത്തു പോയാലേ നാട്ടുകാര് കുറ്റം പറയുന്നത് എന്നെയാ. ഇനി ഞാൻ കെട്ടയച്ചു വിട്ടേക്കുവാന്ന് പറയും. ചെല്ലേ പോയി നല്ല ആണുങ്ങൾ ഇരുന്ന വേഷം വല്ലതുണ്ടെങ്കിൽ ഇട്ടോണ്ട് വാ. പിന്നെ സിന്ദൂരം തൊടാൻ മറക്കണ്ട. ബുക്കിടാണെന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ. അല്ല അതെ. ആഹാ ഇതിൽ കുത്തിക്കൊണ്ടിരിക്കുവാണോ? ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? എപ്പോ? ഞാൻ കേട്ടില്ലല്ലോ. എങ്ങനെ കേൾക്കാനാ? ഇത് കുത്തിക്കൊണ്ടിരുന്ന ചുറ്റും നടക്കുന്ന വല്ലതും അറിയുമോ? ഇപ്പൊ കേട്ടില്ലേ? പോയി ചായ എടുത്തുണ്ടോ? എന്റെ തുണിയൊക്കെ തേച്ച് വെച്ചോ? കുറച്ചൊന്നും നടന്നു വെക്കട്ടെ. ഇന്നല്ലേ കുറച്ച് റെസ്റ്റ് ഉള്ളൂ. നാളെ ഓഫീസിൽ പോകണ്ടേ? എന്തോ കേട്ടില്ല. ചേട്ടാ ഞാനൊന്ന് കിടന്നിട്ട് ചെയ്താ പോരെ? വല്ലാത്ത ക്ഷീണം. ഓ പിന്നെ പറയുന്ന കേട്ടാ തോന്നും ഈ വീട് മൊത്തം തലയിൽ ചുമന്നുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാ യന്ത്രങ്ങളല്ലേ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താ എത്ര ക്ഷീണം? കാലായിട്ട് ഇങ്ങനെ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? കുടുംബത്തിൽ പിറന്ന പെണ്ണിന് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. എന്തോ ഞാൻ നീ ഞാൻ ഏത് നേരത്താണോ എന്തോ. ചേട്ടാ ചായ. ആ പിന്നെ വായി വെച്ച് കുടിക്കാൻ പറ്റണം കേട്ടോ. ഏയ് ഞങ്ങൾ ഇങ്ങനെയാണല്ലേ. ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയാ അല്ലേ ചേട്ടാ? ഞങ്ങള് വലിയ വലിയ ഫ്രണ്ട്സാ. പിന്നെ ഒന്ന് വേഗം കഴിക്കാനും എന്തെങ്കിലും എടുത്തോ. എന്താ നോക്കി നിൽക്കുന്നേ? ഒന്ന് വേഗം ആകട്ടെ. ഞങ്ങൾ വന്നതേ വനിതാ ദിനത്തിന്റെ ഫംഗ്ഷന് സാറിനെ മുഖ്യ അതിഥിയായിട്ട് ക്ഷണിക്കാനാണ്. വനിതാ ദിനത്തിന്റെ ഫംഗ്ഷനിൽ സംസാരിക്കാൻ ചേട്ടൻ ബെസ്റ്റാ.
സാറിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് നാട്ടിൽ. സ്ത്രീകളോട് ഇത്രയും ബഹുമാനമായി പെരുമാറുന്ന മറ്റൊരു വ്യക്തിയില്ല ഈ നാട്ടിൽ. അത് പിന്നെ അങ്ങനെയല്ലേ, ചേട്ടന് പണ്ട് മുതലേ സ്ത്രീകളോട് വലിയ ബഹുമാനമാണ്. വിഷയം എന്താണെന്ന് അറിയണ്ടേ? സ്ത്രീ പുരുഷ സമത്വം വീടുകളിൽ നിന്ന്. ബെസ്റ്റ്. ചേട്ടൻ ഇതിൽ പൊളിക്കും. ഇതാകുമ്പോൾ ചേട്ടൻ അനുഭവിക്കുന്നതാണല്ലോ. നന്നായി, മനസ്സിന് വല്ലാത്തൊരു സുഖം. അതെനിക്ക് മനസ്സിലായില്ലല്ലോ. അല്ല, ഈ വിഷയമാകുമ്പോ ചേട്ടന് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതാ. ഞങ്ങൾ അങ്ങനെയാണല്ലോ. എന്തുവായിരുന്നു മലപ്പുറം കത്തി, അമ്പും വില്ല്. അപ്പൻ പവനായി ശവമായി. അങ്ങോട്ട് കൊടുക്ക്. വായി വെച്ച് കുടിക്കാൻ കൊള്ളാലോ അല്ലേ? ചുമ്മാ ഞങ്ങള് ഫ്രണ്ട്സിനെ പോലെയാ, അത്ര വൈബാണ് ഞങ്ങൾ. സാറിന് വിമൻസ് ഡേയുടെ പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാണ്. സാർ ഇരിക്കുന്നില്ലേ? ചേട്ടൻ ഗസ്റ്റുകളുടെ മുന്നിൽ ഇരിക്കാറില്ല. നടുവിന് ചെറിയൊരു പ്രോബ്ലം അല്ലേ ചേട്ടാ? ഞാൻ കേട്ടായിരുന്നു. ഞാൻ തന്നെ വേണോ? പിന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുന്ന ഈ നാട്ടിൽ മറ്റാരാണുള്ളത്? അല്ല മാഡം, മാഡം തന്നെ പറഞ്ഞിട്ടില്ലേ മാഡത്തിന്റെ ജീവിതം അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്ന്. സാർ നോ എന്ന് പറയല്ലേ സാർ, വരണേ സാർ. ഞാൻ ശ്രമിക്കാം. സാർ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പോവുകയാണ്. എന്താ ഇത്? തലയിൽ മുടിയില്ലേലും ഇത് നിറയെ മുടിയാണല്ലോ. ചെറിയ മുടിയല്ലേ, നിന്നോട്ട് വീണ്ട മുടിയൊന്നും അല്ലല്ലോ. മുടി ചെറുതായാലും വലുതായാലും മുടി മുടി തന്നെ. ദേ, നീ ബൃന്ദാരിയുടെ പരസ്യമല്ല, ഫുഡാണ് ഫുഡ്. ഞാൻ നീ നീ ഞാൻ. ഓ ഉള്ളിൽ ഡിസിഷനായി പോയി. അവരവൻ കുറിക്കുന്ന അതെ, നമുക്കന്ന് നിർത്തിയാലോ? പറ്റുന്നില്ലെന്ന്. എന്ത്? ഇനിയും അരമണിക്കൂറുമുണ്ട്. നമുക്കൊന്ന് നിർത്താം. നീ ജയിച്ചിരിക്കുന്നു. അപ്പോ സമസ്ത സുന്ദരമായ കേരളം വേണ്ടേ? ശബത്തി കുത്താതടി. ക്ഷമിക്കണം ഭൂമിദേവി, ഞാൻ അറിഞ്ഞില്ല. ഈ ഭക്തന്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് അവിടുന്ന് മാപ്പ് തരണം. അപ്പോൾ ഇനി മുതൽ സ്ത്രീകൾ ആരാണ്?
ഞാൻ തന്നെയാണ്. സ്ത്രീകൾ അവരാണ് പ്രപഞ്ചം. ശക്തി, സഹനം, സംഹാരം. നാളെ നേരം വെളുക്കുമ്പോഴും ഈ ശക്തിയും സഹനവും സംഹാരവും കണ്ടാ മതി. ഏത് പോലീസുകാരും ഒരു തെറ്റൊക്കെ പറ്റത്തില്ല. ഭവതി ക്ഷമിച്ചാൽ. ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ നീങ്ങ കത്തനിടുകയല്ലേ? ആ, പിന്നല്ലാണ്ട്. നിർത്താം നിർത്താം. അപ്പോ ഒരു 15 മണിക്കൂർ നിൽക്കണം. പാലിവേശം അഴിച്ചു വെക്കുകയാണ് അല്ലേ ഭവാനി? പറ്റുന്നില്ലെന്നേ. സ്ത്രീ അവളൊരു പുണ്യമാണ്. അവര് ഷൺമുഖിയാണ്. അപ്പോ ഇപ്പൊ മുതൽ നീ ഞാൻ എന്റെ അമ്മ വീണ്ടും ചെയ്യും. പേടിക്കണ്ട. നീയും ഞാനുമാണെന്ന് പറഞ്ഞതാ. അപ്പോൾ ഞാൻ ഭർത്താവാണല്ലേ? സമാധാനമായി. എന്നാ പറഞ്ഞിട്ട് എന്ത്? അല്ല, ആണിന്റെ കുപ്പായം തിരിച്ചിരിക്കില്ലേ? ഇപ്പം പരമം തുടങ്ങാല്ലേ? ഇല്ല, നോ മാറിയിരിക്കണു. സ്ത്രീയെ നീയെ താരം വയ്യാണ്ടായിരിക്കണം. എന്നാ നാമം കൊണ്ട് ചൈത്യത്തിൽ പോയി. അപ്പോഴെങ്ങനാ? നിങ്ങളും കൂടുമല്ലേ? ഞാൻ നീ ഞാൻ. നമസ്കാരം. ലൈല ക്രിയേഷന്റെ ബാങ്ക് ഇറക്കിയ 7ാമത്തെ സിനിമയാണ് നിങ്ങൾ കണ്ട ഞാൻ നീ ഞാൻ. ഈ സിനിമ കൂടാതെ 6 സിനിമകളും ഇപ്പോൾ യൂട്യൂബിലുണ്ട്. ഒരു വർഷം 12 സിനിമ, അതായത് മാസം ഒരു സിനിമ എന്ന വലിയൊരു ലക്ഷ്യം വെച്ചാണ് ഈ ലൈല ക്രിയേഷൻസ് മുന്നോട്ട് പോകുന്നത്. അതിന് നാട്ടുകാരുടെ ഒരുപാട് സഹകരണങ്ങൾ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ ഈ സിനിമയുടെ 12 സിനിമയുടെയും ഞങ്ങളുടെ പ്രത്യേകത, ഞങ്ങൾ മുൻ അഭിനയ പരിചയമില്ലാത്ത ഞങ്ങളുടെ ചുറ്റുമുള്ള നാട്ടുകാരെയാണ് നമ്മൾ ഇതിനേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വ്യത്യസ്തമായ പ്രമേയങ്ങളാണ് എടുക്കുന്നത്. അത് സാമൂഹിക പ്രസക്തമുണ്ട്, നേരം പോക്കിനുള്ളതും ഉണ്ടാവും. നമ്മുടെ ഈ സിനിമകളെല്ലാം നിങ്ങൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ ഇടുകയും വേണം. നിങ്ങളുടെ ആദ്യത്തെ സിനിമ ആരാണ്, 2ാമത്തെ മുഖമാണ്, 3ാമത്തെ കനൽച്ചിരിയാണ്, നാളെ കൂട്ട്, അത് കഴിഞ്ഞിട്ട് സമയം, ഏറ്റവും അവസാനമായി ഞങ്ങളുടെ സിനിമയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞ സിനിമ ഞാൻ നീ ഞാൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം. മാത്രമല്ല, കഴിയുന്നത്ര നിങ്ങളിതിനെ യൂട്യൂബിൽ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇതിന് വലിയ സാമ്പത്തിക ചെലവും വലിയ അധ്വാനവും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്ത് നമ്മൾ പൈസ ചോദിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൈസ ഞങ്ങളങ്ങനെ വാങ്ങിക്കുന്നില്ല. പകരം നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, യൂട്യൂബിൽ ഇത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അവിടുന്ന് ഒരു വരുമാനം ഞങ്ങൾക്ക് ഉണ്ടാകും. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഷെയർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അവരെ ഈ സിനിമ കാണാൻ നിർബന്ധിക്കുക. ഇത്തരം നിങ്ങളുടെ കയ്യിൽ നിന്ന് സാമ്പത്തിക നഷ്ടമില്ലാത്ത കുറച്ച് സാമൂഹ്യ ബോധമുള്ള ഒരു മനോഭാവം മാത്രം വളർത്തിയെടുക്കണം. അങ്ങനെ നിങ്ങളുടെ മനോഭാവം വളരട്ടെ, അങ്ങനെ നമ്മുടെ നാട് നന്നാവട്ടെ, ഞങ്ങളുടെ സിനിമയും നന്നാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. സിനിമ നിങ്ങൾ കാണും എന്ന പ്രതീക്ഷയോടെ ലൈല ക്രിയേഷൻസ്.